നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. കൊച്ചിയിലെ മോഡലുകളുടെ അപകടമരണത്തിൽ വഴിത്തിരിവ്. ഹോട്ടലുടമ റോയ് വയലാറ്റും 5 ജീവനക്കാരും അറസ്റ്റിൽ. നടപടി CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചതിന്. അന്വേഷണം ആവശ്യപ്പെട്ട് മരിച്ച ചാൻസി കബീറിന്റെ കുടുംബം രംഗത്ത്. പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ 5 ഭീകരരെ സൈന്യം വധിച്ചു. മേഖലയിൽ തെരച്ചിൽ ഊർജിതമാക്കി സേന. ഉറിയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്തു. പുൽവാമയിൽ സ്ഫോടനത്തിന് ശ്രമിച്ച 2 ഭീകരർ പിടിയിൽ. പാക് അധീന കശ്മീരിൽ നിന്ന് ഒഴിയണമെന്ന് പാകിസ്ഥാൻ ഇന്ത്യയുടെ മുന്നറിയിപ്പ്. പാലക്കാട്ടെ RSS പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതികളിൽ ഒരാളുടെ രേഖാചിത്രം തയ്യാറാക്കി പോലീസ്. അക്രമികൾ സഞ്ചരിച്ച കാറിന്റെ വിവരങ്ങൾ പുറത്തുവിടും. അന്വേഷണം കോയമ്പത്തൂരിലെ SDPI കേന്ദ്രങ്ങളിലേക്കും. സർക്കാർ കൊലയാളികളെ സംരക്ഷിക്കുന്നുവെന്ന് BJP. SDPIക്കാർ പ്രതികളാകുന്ന കേസുകളിൽ അറസ്റ്റ് വൈകുന്നതിൽ ദുരൂഹതയെന്ന് VD സതീശൻ. ശബരിമല ദർശനത്തിനായി 10 ഇടത്താവളങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം. നാളെ മുതൽ സ്പോട്ട് ബുക്കിംഗിന് അനുമതിയെന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ. വാക്സിനേഷൻ രേഖയോ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ നിർബന്ധം. നിയന്ത്രണങ്ങളുടെ സന്നിധാനത്ത് കൂടുതൽ ഭക്തർക്ക് ദർശനാനുമതി. KPCC പുനഃസംഘടനാ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഉമ്മൻചാണ്ടി സോണിയാഗാന്ധിയെ കണ്ടു. സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തെന്നും പരിഹാരമുണ്ടാകുമെന്നും ഉമ്മൻചാണ്ടി. പരാതിയുള്ളവരുമായി ചർച്ച നടത്താൻ തയ്യാറെന്ന് VD സതീശൻ. KPCC പുനഃസംഘടനയിൽ അനുനയ നീക്കവുമായി പ്രതിപക്ഷ നേതാവ്. കൂടിയാലോചനയിലൂടെ പരിഹരിക്കുമെന്ന് VD സതീശൻ. നിലവിലാരും പരാതി പറഞ്ഞിട്ടില്ലെന്നും മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കണക്കിലെടുക്കുമെന്നും പ്രതികരണം. LJDയിൽ ഭിന്നത രൂക്ഷം. MV ശ്രേയാംസ്കുമാർ പാർട്ടി അധ്യക്ഷ സ്ഥാനം ഒഴിയണമെന്ന് വിമത വിഭാഗം. പ്രശ്നമുണ്ടാക്കുന്നത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തവരെന്ന് MV ശ്രേയാംസ്കുമാർ. LJDയിലെ തർക്കങ്ങളിൽ ഇപ്പോൾ ഇടപെടാനില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ലഖിംപൂർ കർഷക കൊലയിൽ അന്വേഷണത്തിന് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി മേൽനോട്ടം വഹിക്കും. ജസ്റ്റിസ് രാകേഷ് ജെയിന് ചുമതല നൽകി സുപ്രീം കോടതി. 3 ഉദ്യോഗസ്ഥരെ കൂടി അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തി. ഓൺലൈൻ ഗെയിം കളിച്ച് പണം നഷ്ടപ്പെട്ട മനോവിഷമത്തിൽ വീട് വിട്ടിറങ്ങിയ വിദ്യാർത്ഥി മരിച്ച നിലയിൽ. മരിച്ചത് തൃശൂർ കൊരുമ്പിശ്ശേരി സ്വദേശി ആകാശ്. 14 വയസ്സുകാരനെ കാണാതായത് ഇന്നലെ. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം ഇടിമിന്നലോട് കൂടി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ ശക്തമായ മഴ. ഇടുക്കി ഡാമിലെ ജലനിരപ്പിൽ വർധന. ഇടുക്കിയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഭൂചലനങ്ങളിൽ സൂക്ഷ്മ പഠനം ആരംഭിച്ചു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധർ പഠനം നടത്തുന്നത് KSEBയുടെ ആവശ്യപ്രകാരം. ഇടുക്കി ഡാം ഉൾപ്പെടുന്ന പദ്ധതി പ്രദേശത്ത് തുടർച്ചയായി ചെറിയ ഭൂചലനങ്ങളുണ്ടായത് 2020 ഫെബ്രുവരി മുതൽ. കോട്ടയം മീനച്ചിൽ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കം. നേരിയ ഭൂചലനമെന്ന പ്രാഥമിക വിലയിരുത്തൽ. മുഴക്കം അനുഭവപ്പെട്ടത് ഇടമറ്റം, പാലാ, ഭരണങ്ങാനം, പൂഞ്ഞാർ മേഖലകളിൽ. വിഴിഞ്ഞം തുറമുഖം 2023 ഒക്ടോബറിൽ പ്രവർത്തന സജ്ജമാകുമെന്ന് മന്ത്രി അഹമ്മദ് ദേവക്കോവിൽ. നടൻ ജോജു ജോർജിന്റെ കാർ തകർത്ത കേസിൽ മുഖ്യപ്രതി PG ജോസഫിന് ജാമ്യം. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. സംസ്ഥാനത്ത് 6849 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 69,334 സാമ്പിളുകൾ. ഡൽഹിയിൽ അന്തരീക്ഷ മലിനീകരണത്തിന്റെ പേരിൽ കർഷകരെ വിമർശിക്കുന്നത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതി. കാർഷിക അവശിഷ്ടങ്ങൾ സംസ്കരിക്കാൻ ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി. ഉദ്യോഗസ്ഥ മനോഭാവത്തിലും കോടതിക്ക് അതൃപ്തി. സീറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. നവംബർ 28-ന് തീരുമാനം നിലവിൽ വരും. കർദിനാൾ നിലപാട് കടുപ്പിച്ചത് കുർബാന ഏകീകരണത്തിനെതിരെ ഒരു ഭാഗം വൈദികരും വിശ്വാസികളും പ്രതിഷേധം തുടരുന്നതിനിടെ. പ്രൊഫഷണൽ മാജിക് ഷോ അവസാനിപ്പിച്ച മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. വിട്ടുനിൽക്കുന്നത് പ്രതിഫലം വാങ്ങിയുള്ള മാജിക് ഷോകളിൽ നിന്ന്. മത്സ്യബന്ധനത്തിനായി കൂടുതൽ മണ്ണെണ്ണ ലഭ്യമാക്കാൻ കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെടും. മന്ത്രിമാരായ സജി ചെറിയാൻ, GR അനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം.
ചെറുകിട ഇടത്തരം സംരംഭകർക്ക് 5% പലിശയിൽ 1 കോടി രൂപ വരെ വായ്പ നൽകുമെന്ന് മുഖ്യമന്ത്രി. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുക. തലശ്ശേരി ഫസൽ വധക്കേസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് CBI, ഡിവൈഎസ്പിമാരായ PP സദാനന്ദൻ, പ്രിൻസ് എബ്രഹാം എന്നിവർക്കെതിരെയാണ് നടപടി ആവശ്യപ്പെട്ടത്. മുല്ലപ്പെരിയാർ മരം മുറിക്കൽ കേസിൽ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ. കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കും. മന്ത്രി അറിയാതെ ഉദ്യോഗസ്ഥർ തീരുമാനമെടുത്തത് തെറ്റെന്നും PC ചാക്കോ. മുല്ലപ്പെരിയാർ മരം മുറിക്കൽ വിവാദത്തിൽ കോടിയേരി ബാലകൃഷ്ണനോട് അതൃപ്തി അറിയിച്ച് കഥാകാരൻ T. പത്മനാഭൻ. സംഭവം അറിഞ്ഞില്ലെന്ന വനമന്ത്രിയുടെ വാദം ശരിയല്ല. ഇത് പൊതുജനങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടെന്നും T. പത്മനാഭൻ. വധശിക്ഷയ്ക്കെതിരെ കുൽഭൂഷൺ ജാദവിന് പാകിസ്ഥാൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാം. സൈനിക കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ തടസ്സമായിരുന്ന നിയമം പാക് പാർലമെന്റ് ഭേദഗതി ചെയ്തു. അന്താരാഷ്ട്ര കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് നടപടി. മന്ത്രി AK ശശീന്ദ്രനെതിരെ തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ പ്രതിഷേധം. വനംവകുപ്പിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതിന് എതിരെയാണ് പ്രതിഷേധം. CPIയുടെയും തൊഴിലാളി സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. തമിഴ്നാട്ടിൽ ശനിയാഴ്ച വരെ ശക്തമായ മഴ മുന്നറിയിപ്പ്. ഇന്ന് ചെന്നൈ, കാഞ്ചീപുരം, തിരുവള്ളൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കാവേരി ഡെൽറ്റ മേഖലയിലും ചെന്നൈയുടെ പരിസര ജില്ലകളിലും മഴയ്ക്ക് സാധ്യത. കോവിഡ് വാക്സിൻ കയറ്റുമതി പുനരാരംഭിച്ച് ഇന്ത്യ. ആദ്യഘട്ടത്തിൽ വാക്സിൻ കയറ്റി അയക്കുന്നത് മ്യാൻമർ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഇറാൻ എന്നീ രാജ്യങ്ങളിലേക്ക്. കയറ്റുമതി 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം. മഹാരാജാസ് കോളേജിലെ മുറിച്ചുമാറ്റിയ മരങ്ങൾ അനധികൃതമായി കടത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രിൻസിപ്പാളിനെതിരെ നടപടി. മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ മാത്യു ജോർജിനെ സ്ഥലം മാറ്റി. കോഴിക്കോട് കല്ലാച്ചി MET കോളേജിൽ റാഗിംഗ്. വിദ്യാർത്ഥിയുടെ കർണപടത്തിന് പരിക്കേറ്റു. 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി കണ്ണൂർ പാലത്തായി സ്വദേശി അംജദ് മോഹനാണ് പരിക്കേറ്റത്. തിരുവനന്തപുരം പേരൂർക്കട ജില്ലാ ആശുപത്രിയിൽ മിന്നൽ സന്ദർശനം നടത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ ഹാജർ നിലയിൽ ക്രമക്കേട് കണ്ടെത്തി. TN പ്രതാപൻ MPക്കെതിരെ അപവാദ പ്രചാരണം നടത്തിയ സംഭവത്തിൽ മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയക്കെതിരെ കേസെടുത്തു. തൃശൂർ വെസ്റ്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മുഖ്യമന്ത്രിക്ക് DGPക്കും TN പ്രതാപൻ MP നൽകിയ പരാതിയിലാണ് നടപടി. ഈ ഫോട്ടോയിൽ കാണുന്ന K. വാമദേവനെ തിരുവനന്തപുരം ജില്ലയിലെ പുളിയൂർ കോണത്ത് നിന്ന് ഈ മാസം 15 മുതൽ കാണുവാനില്ല. 4.5 അടിയാണ് ഉയരം. മലയാളം സംസാരിക്കാൻ അറിയാം. കണ്ടുകിട്ടുന്നവർ പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിലോ 9048820909 എന്ന നമ്പറിലോ ബന്ധപ്പെടണം. നോക്കാം ദേശീയ വാർത്തകൾ. NCB സോണൽ ഡയറക്ടർ സമീർ വാങ്കഡയ്ക്കെതിരെ തെളിവുകളുമായി നവാബ് മാലിക്. തെളിവുകൾ ബോംബെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. സമീർ വാങ്കഡയുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റാണ് സമർപ്പിച്ചതെന്ന് സൂചന. മദ്യലഹരിയിൽ രാഷ്ട്രപതി ഭവനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച 2 പേർ പിടിയിൽ. പിടിയിലായത് ഒരു സ്ത്രീയും പുരുഷനും. സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്ത ഡൽഹി പോലീസ്. ഭോപ്പാലിൽ അച്ഛൻ മകളെ ബലാത്സംഗത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷന്റെ ഇടപെടൽ. മധ്യപ്രദേശ് DGPക്ക് ദേശീയ വനിതാ കമ്മീഷൻ കത്തയച്ചു. തമിഴ്നാട്ടിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ കോവിഡ് ബാധിച്ച് മരിച്ചവരിൽ 84% പേരും വാക്സിൻ സ്വീകരിക്കാത്തവരെന്ന് ആരോഗ്യവകുപ്പ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ 2011 പേരാണ് മരിച്ചത്. ഇതിൽ 1675 പേരും വാക്സിൻ എടുത്തിരുന്നില്ല. ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ 44 ജില്ലകളിൽ മൊബൈൽ ടവർ കണക്ടിവിറ്റി നൽകുമെന്ന് മന്ത്രി അനുരാഗ് ഠാക്കൂർ. 4G മൊബൈൽ സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി. ഡൽഹി ജംഗ്പുര എക്സ്റ്റൻഷനിൽ ബംഗാൾ സ്വദേശികളായ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറ്റവാളികളെന്ന് സംശയിക്കുന്ന 5 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. UAPA വ്യവസ്ഥകൾ ചോദ്യം ചെയ്ത് മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ സമർപ്പിച്ച ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കാൻ സുപ്രീം കോടതിയുടെ ഉത്തരവ്. ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. അനിൽ ദേശ്മുഖിനെതിരായ ED കേസ് പരിഗണിക്കുന്ന പ്രത്യേക ജഡ്ജി HS അദ്ഭായിയെ ബോംബെ ഹൈക്കോടതി സ്ഥലം മാറ്റി. അടിയന്തര സാഹചര്യത്തിൽ യവത്മാൽ ജില്ലയിലേക്ക് സ്ഥലം മാറ്റുന്നുവെന്ന് വിശദീകരണം.
ഹരിയാനയിലെ സ്കൂളുകൾ ഡിസംബർ 1 തുറക്കും. എല്ലാ ക്ലാസുകളും തുറക്കാൻ തീരുമാനം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ക്ലാസുകളെന്ന് സർക്കാർ. ആന്ധ്രാപ്രദേശ് ഗവർണർ ബിശ്വഭൂഷൺ ഹരിചന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോവിഡ് ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്നാണ് ഹൈദരാബാദിലെ AIG ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടേഴ്സ്. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ആർമി റിക്രൂട്ട്മെന്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്ത് CBI. റിക്രൂട്ട്മെന്റിനിടയിൽ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തെ തുടർന്നാണ് നടപടി. മുൻ മുംബൈ പോലീസ് കമ്മീഷണർ പരംബീർ സിംഗിനെതിരെ കോടതി വിളംബരം. പരംബീർ സിംഗിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുമെന്ന് മുംബൈ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി. 30 ദിവസത്തിനകം കീഴടങ്ങിയില്ലെങ്കിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും കോടതി. ഇനി അന്താരാഷ്ട്ര വാർത്തകൾ. പാകിസ്ഥാൻ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് റെക്കോർഡ് വരുമാനം. കഴിഞ്ഞ മാസം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന മൂല്യം. ചൈനീസ് കമ്പനികളുടെ ഓഹരി ഇടിവും ടെക് ക്രാക്ക് ഡൌണും പാക് കമ്പനികൾക്ക് സഹായകമായെന്ന് റിപ്പോർട്ടുകൾ. UK-യിൽ വിസ ക്രെഡിറ്റ് കാർഡ് സ്വീകരിക്കുന്നത് നിർത്തലാക്കി ആമസോൺ. ജനുവരി മാസം മുതൽ രാജ്യത്തെ വിസ ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കൾക്ക് ആമസോൺ വഴിയുള്ള സേവനം നഷ്ടമാകും. ജാപ്പനീസ് വിതരണ ശൃംഖലയിൽ പ്രതിസന്ധി രൂക്ഷം. ജപ്പാന്റെ കയറ്റുമതി മേഖലയിൽ വൻ ഇടിവ്. കാറുകളുടെ ഉൽപ്പാദനത്തിലെ കുറവ് രാജ്യത്തെ കയറ്റുമതി മേഖലയിൽ സൃഷ്ടിക്കുന്നത് വൻ പ്രതിസന്ധി. ജർമ്മനിയിൽ കോവിഡ് പ്രതിസന്ധി വർദ്ധിക്കുന്നു. രാജ്യത്തെ കോവിഡ് കേസുകൾ 53,000 കടന്നു. ക്രിസ്മസ് വിപണികൾക്കും പൊതുപരിപാടികൾക്കും നിയന്ത്രണം. ഹോങ്കോങ്ങിലെ ഡിസ്നിലാൻഡ് 1 ദിവസത്തേക്ക് അടച്ചിടുന്നു. ജീവനക്കാരെല്ലാം കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാകാൻ നിർദ്ദേശം. കൂട്ടപരിശോധന. കഴിഞ്ഞ ദിവസം പാർക്കിലെത്തിയ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ. അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും ബോംബ് സ്ഫോടനം. കാബൂളിലെ ദഷ്തി ബാർച്ചിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്നാണ് സ്ഫോടനമുണ്ടായത്. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 6 പേർക്ക് പരുക്ക്. ആണവ കരാറിനെ ധിക്കരിച്ച് യുറേനിയം ശേഖരത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി ഇറാൻ. നിലവിലുള്ള അളവിനേക്കാൾ 3 ഇരട്ടി വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. 2015 ഒപ്പുവെച്ച ആണവ കരാറിലേക്കാൾ പല മടങ്ങ് കൂടുതലാണ് ഇറാന്റെ യുറേനിയം ശേഖരമെന്ന് അമേരിക്ക. ലിവർപൂൾ ഭീകരാക്രമണം ആസൂത്രിതമെന്ന് പോലീസ്. പ്രതികൾ 7 മാസമെങ്കിലും സ്ഫോടനത്തിനായി ആസൂത്രണം ചെയ്തിരിക്കണം. കൂടുതൽ പ്രതികൾ ഉടൻ പിടിയിലാകുമെന്ന് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് തലവൻ റസ് ജാക്സൺ. വടക്കൻ ഫ്രാൻസിലെ വിപണിയിൽ നിന്ന് തോണികൾ പിൻവലിച്ച് ആഗോള സ്പോർട്സ് വിൽപ്പന ബ്രാൻഡായ ഡെക്കാത്ലോൺ ഇംഗ്ലീഷ് ചാനലിലൂടെയുള്ള കുടിയേറ്റം തടയുന്നതിന്റെ ഭാഗമായാണ് നടപടി. ബ്രസീലിയൻ സർക്കാരുമായി ചർച്ച നടത്തി സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക്. ചർച്ച ഗ്രാമപ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിനും ആമസോൺ മഴക്കാട് മേഖലയിലെ അനധികൃത കയ്യേറ്റം തടയാൻ നിരീക്ഷണം നടത്തുന്നതിനുമായി സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് സർവീസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട്. നോർഡ് സ്ട്രീം 2 പൈപ്പ്ലൈൻ പദ്ധതിക്കുള്ള അനുമതി താൽക്കാലികമായി റദ്ദാക്കി ജർമ്മൻ സർക്കാർ. പദ്ധതി നടപ്പിലാക്കുന്ന സ്വിസ് ഗവൺമെന്റ് വേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് വിശദീകരണം. സ്പോർട്സ്. സൗരവ് ഗാംഗുലി ICC ടെക്നിക്കൽ കമ്മിറ്റിയുടെ പുതിയ ചെയർമാൻ. അനിൽ കുംബ്ലെയ്ക്ക് പകരമാണ് സൗരവ് ഗാംഗുലി ചെയർമാനാകുന്നത്. അർജന്റീന താരം ക്രിസ്റ്റ്യൻ റൊമേരോയ്ക്ക് പരിക്ക്. ബ്രസീലിനെതിരായ മത്സരത്തിനിടയിൽ പരിക്കേറ്റ താരം ഉടൻ കളം വിട്ടു. താരത്തിന്റെ പരിക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ് ടോട്ടനത്തിന് വൻ തിരിച്ചടിയാകും. ഖത്തർ ലോകകപ്പിന് യോഗ്യത നേടിയ ടീമുകളുടെ എണ്ണം 13ആയി. ആതിഥേയരായ ഖത്തറിനെ കൂടാതെ യൂറോപ്പിൽ നിന്ന് 10 ടീമുകളും ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് 2 ടീമുകളും യോഗ്യത നേടി. കരീം അദൈമിക്ക് വേണ്ടി വലവിരിച്ച് സ്പാനിഷ് ക്ലബ് ബാഴ്സലോണ. ജനുവരിയിലെ ട്രാൻസ്ഫർ വിൻഡോയിൽ താരത്തിനെ ക്ലബ്ബ് കുപ്പായത്തിൽ എത്തിക്കാനാണ് നീക്കം. കരീമിന് ടീമിന് ആവശ്യമുണ്ടെന്ന് ക്ലബ് പരിശീലകൻ. കൈൽ ജാമിസൺ ഇന്ത്യക്കെതിരായ 2020 പരമ്പരയിൽ കളിക്കില്ല. ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായി താരത്തിന് വിശ്രമം അനുവദിച്ചതായി പരിശീലകൻ. പ്രാദേശിക വാർത്തകൾ. ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങി തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെട്ടുകാട് വാർഡ്. LDF സ്ഥാനാർത്ഥിയായി എൽ ക്ലൈനസ് റൊസാരിയോയും UDF സ്ഥാനാർത്ഥിയായി DG ബെർബി ഫെർണാണ്ടസും BJP സ്ഥാനാർത്ഥിയായി M പോളും മത്സരിക്കും. വിതുര മരുതാമല ജേഴ്സി ഫാമിലിറങ്ങിയ പുലിയെ പിടികൂടാൻ CCTV ക്യാമറകൾ സ്ഥാപിച്ചു വനംവകുപ്പ്. പുലിയെ കണ്ട മേഖലകളിൽ ക്യാമറകൾ സ്ഥാപിച്ചു. കൊല്ലം കൊട്ടാരക്കര സ്വദേശി പുലിയഴികത്ത് വൈ ജോർജ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. കൊല്ലം പുനലൂർ നഗരസഭയിൽ അനുവദിച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രം ഡിസംബറോടെ ആരംഭിക്കുമെന്ന് മിഷൻ അധികൃതർ. 2 ഡോക്ടേഴ്സിന്റെ സേവനം സ്ഥിരമായി ലഭ്യമാക്കും. കൊല്ലം തെന്മല ഗ്രാമപഞ്ചായത്തിലെ വെള്ളിമല തോണിച്ചാൽ ആനപ്പെട്ട കൊങ്കൽ റോഡ് തകർന്നിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ ഇടപെടുന്നില്ലെന്ന് പരാതി. റോഡ് സഞ്ചാരയോഗ്യമല്ലാത്തതിൽ പ്രതിഷേധം ശക്തമായി.
പത്തനംതിട്ട കോന്നി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ താലൂക്ക് ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി യൂണിറ്റ് ആരംഭിച്ചു. കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി സജി ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട തിരുവല്ല കാരക്കലിൽ ഗൃഹനാഥൻ വീടിനുള്ളിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. കാട്ടുപറമ്പിൽ സക്കറിയ തോമസാണ് മരിച്ചത്. പത്തനംതിട്ട തിരുവല്ല തുകലശ്ശേരിയിലെ ചെമ്പോലിമുക്കിൽ കൂറ്റൻ ഈട്ടിമരം കടപുഴകി വീണു. 1.5 മണിക്കൂറോളം വൈദ്യുതിയും ഗതാഗതവും തടസ്സപ്പെട്ടു. ആലപ്പുഴ നീരേറ്റുപുറത്ത് വയോധികയെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് നീരേറ്റുപുറം സ്വദേശിനി അന്ന. ചെങ്ങന്നൂർ നിലയ്ക്കൽ KSRTC സർവീസുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച മന്ത്രി സജി ചെറിയാൻ. തീർത്ഥാടകർക്കായി സജ്ജീകരിച്ചിരിക്കുന്നത് 35 സർവീസുകൾ. കോട്ടയം പാലാ കൊട്ടാരമറ്റത്ത് കടപ്പാട്ടൂർ ജംഗ്ഷനിൽ ബൈക്ക് മറിഞ്ഞ യുവാവിന് പരിക്ക്. ടൗൺ ഭാഗത്തു നിന്നും ഏറ്റുമാനൂർ ഭാഗത്തേക്ക് പോയ ബൈക്ക് തെന്നിമറിഞ്ഞാണ് അപകടം. കോട്ടയം ഉഴവൂർ പഞ്ചായത്തിൽ ഭിന്നശേഷി സർവേ ആരംഭിച്ചു. ഉഴവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി സ്കൂൾ ഓഫ് ബിഹേവിയർ സയൻസ് വിദ്യാർത്ഥികളും ഉഴവൂർ പഞ്ചായത്ത് ICDSയുമായി സഹകരിച്ചാണ് സർവേ. ഇടുക്കി മുരിക്കാശ്ശേരി പാവനാത്മ കോളേജ് സർഗോത്സവം സംഘടിപ്പിച്ചു. മലയാളം വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. എറണാകുളം ഗാന്ധിനഗർ 63 ഡിവിഷനിലെ NDA സ്ഥാനാർത്ഥി PG മനോജ് കുമാർ നാമനിർദ്ദേശ പത്രിക നൽകി. കൊച്ചിൻ കോർപ്പറേഷൻ ഓഫീസിലാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. തൃശൂരിൽ IR പ്രസാദിന്റെ ചെറുകഥാ സമാഹാരമായ അരാഷ്ട്രീയം കഥാകൃത്ത് ഷിഹാബുദ്ദീൻ പൊയ്ത്തിക്കടവ് പ്രകാശനം ചെയ്തു. നാടക സംവിധായകൻ നരിപ്പറ്റ രാജു പുസ്തകം ഏറ്റുവാങ്ങി. തൃശൂർ മാള സ്വദേശി ടീര വടക്കൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. യൂണിയൻ ബാങ്ക് ജീവനക്കാരനായിരുന്നു. ബേബി ടീരയാണ് ഭാര്യ. അമേരിക്കയിലെ ട്രിനിറ്റി ഗ്രൂപ്പ് CEO സിജോ വടക്കൻ മകനാണ്. സംസ്കാരം വെള്ളിയാഴ്ച തൃശൂർ മാളയിലെ കുടുംബ വീട്ടിൽ നടക്കും. സംസ്ഥാനത്തൊട്ടാകെ 5 സാമൂഹ്യ സൂക്ഷ്മ ജലസേചന പദ്ധതികൾ ഉടൻ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി. പാലക്കാട് കരടിപ്പാറ സാമൂഹ്യ സൂക്ഷ്മ ജലസേചന പദ്ധതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ അഗ്രോ സർവീസ് സെന്റർ അനുവദിക്കുമെന്ന് കൃഷിമന്ത്രി P പ്രസാദ്. സെന്റർ പ്രവർത്തിക്കുക വടകര പദ്ധതി. ഈശ്രാം പോർട്ടൽ രജിസ്ട്രേഷൻ തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് കേരള നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ്. പാലക്കാട് ആര്യമ്പാവ് യൂണിറ്റ് സമ്മേളനത്തിലാണ് പരാമർശം. പാലക്കാട് കോഴിക്കോട് ദേശീയപാത നാട്ടുകൾ 55 മൈലിൽ ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് തിരൂരങ്ങാടി സ്വദേശി മരിച്ചു. കുണ്ടിൽ മുഹമ്മദിനെയാണ് മരിച്ചത്. വയനാട് കണിയാമ്പറ്റ മൃഗാശുപത്രി കവലക്കെടുത്ത ചീങ്ങാടി വളവിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. ബസ് യാത്രികരായ 30ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റു. TV ഇബ്രാഹിം MLA കരിപ്പൂർ വിമാനത്താവള ഡയറക്ടറുമായി ചർച്ച നടത്തി. വിമാനത്താവളത്തിലെ പാർക്കിംഗ്, അമിതപിഴ ഈടാക്കൽ, യാത്രക്കാർക്കുള്ള പ്രശ്നങ്ങൾ എന്നിവ ചർച്ചയായി. മലപ്പുറത്ത് 14കാരന് മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും നൽകിയ മധ്യവയസ്കൻ പോലീസിന്റെ പിടിയിൽ. വഴിക്കടവ് പുന്നക്കൽ സുബ്രഹ്മണ്യനാണ് പിടിയിലായത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുക്കം മേഖലാ സമ്മേളനത്തിന് തുടക്കം. COA 13ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് മേഖലാ സമ്മേളനം നടന്നത്. കോഴിക്കോട് കുന്നമംഗലം ആനപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണു. ഒരാഴ്ച മുൻപ് നിർമ്മിച്ച മതിലാണ് തകർന്നത്. പെൻഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായി സർക്കാർ പ്രഖ്യാപിച്ച പെൻഷൻ കുടിശ്ശികയും സൗജന്യ ചികിത്സാ പദ്ധതിയും ഉടൻ നടപ്പാക്കണമെന്ന് KSSPA മാടായി മണ്ഡലം സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് T കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. കാൻഫെഡ് കലാ സാംസ്കാരിക വേദി കാസർഗോഡ് ജില്ലയിലെ ചിത്രകാരന്മാർ വരച്ച സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലെ പ്രധാന സംഭവങ്ങളുടെ ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പരിപാടി സബ് കളക്ടർ DR മേഘശ്രീ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് മേഖലാ സമ്മേളനം നടന്നു. ഡിജിറ്റൽ കേബിൾ TV സർവീസിനെ ചരക്ക് സേവന നികുതിയിൽ നിന്ന് ഒഴിവാക്കുകയോ 5% കുറയ്ക്കുകയോ ചെയ്യണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. എയർ ഇന്ത്യ വിൽപ്പനയ്ക്കെതിരെയും പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെയും കാസർഗോഡ് ATUC ജില്ലാ കൗൺസിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു സെമിനാർ. ഇനി നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. അനൂപ് മേനോനെ നായകനാക്കി കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്യുന്ന വിധി ദ വെർഡിക്ട് ഈ മാസം 25 മുതൽ തിയേറ്ററുകളിൽ. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മരട് 357 എന്ന പേര് മാറ്റിയാണ് വിധി ദ വെർഡിക്ട് എന്ന പേരിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. പ്രണവ് മോഹൻലാലിനെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ഹൃദയത്തിന്റെ ടീസർ പുറത്തിറങ്ങി. പ്രശസ്ത സംഗീത സംവിധായകൻ നിഖിൽ പ്രഭ ആലപിച്ച മനം പുരിന്താൽ എന്ന മ്യൂസിക്കൽ ആൽബം റിലീസിനൊരുങ്ങുന്നു. C4 സിനിമയുടെ ബാനറിൽ നവാഗത സംവിധായകൻ ഇല്ലു മുഹമ്മദാണ് സംവിധാനം.
വിഡ്ഢികളുടെ മാഷ് എന്ന സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റർ പുറത്ത്. പഴയകാല നടി ശാരി വീണ്ടും സിനിമയിലേക്ക് എത്തുന്ന പ്രത്യേകത കൂടി സിനിമയ്ക്കുണ്ട്. നവാഗതനായ അനീഷ് വേയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ഇനി ഫാക്ട് ചെക്ക്. ഗ്യാസ് ഏജൻസികളുടെ ഓൺലൈൻ ഡീലർഷിപ്പിനായി 12,500 രൂപ ആവശ്യപ്പെട്ട് BPCLന്റെ പേരിൽ വ്യാജ പ്രചാരണം സത്യാവസ്ഥയിലേക്ക്. ഗ്യാസ് ഏജൻസിയുടെ ഓൺലൈൻ ഡീലർഷിപ്പിനു വേണ്ടി രജിസ്ട്രേഷൻ തുകയായി 12,500 രൂപ ആവശ്യപ്പെട്ടുള്ള പോസ്റ്റാണ് BPCLന്റെ പേരിൽ പ്രചരിക്കുന്നത്. ഈ തുക തിരികെ ലഭിക്കുന്നതാണെന്നും പോസ്റ്റിൽ പറയുന്നു. എന്നാൽ ഇത് തെറ്റായ പ്രചാരണമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ട്വീറ്റ് ചെയ്തു. BPCL ഇത്തരത്തിലൊരു പോസ്റ്റ് ഇറക്കിയിട്ടില്ല എന്നതാണ് വസ്തുത. BPCLുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ മാസം 21 വരെ ട്രക്കുകളുടെ പ്രവേശനം നിരോധിച്ച് ഡൽഹി സർക്കാർ. അവശ്യവസ്തുക്കൾ എത്തിക്കുന്ന ട്രക്കുകൾ തടയില്ല. അന്തരീക്ഷ മലിനീകരണം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് നടപടി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മേധാവി സഞ്ജയ് കുമാർ മിശ്രയുടെ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടി. കാലാവധി നീട്ടിയത് 2022 നവംബർ 18 വരെ. കർണാടകയിൽ 308 പേർക്ക് കൂടി കോവിഡ്. 384 പേർക്ക് രോഗമുക്തി. 24 മണിക്കൂറിനിടെ 8 മരണം. ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് ഒരാളെ അറസ്റ്റ് ചെയ്ത് ദേശീയ അന്വേഷണ ഏജൻസി. പിടിയിലായത് ബംഗളൂരു സ്വദേശി സുഹാബ് ഹമീദ് ഷക്കീൽ മന്ന. ന്യൂസിലൻഡിനെതിരായ ആദ്യ 2020 മത്സരത്തിൽ ഇന്ത്യക്ക് 165 റൺസ് വിജയലക്ഷ്യം.